താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്കില്ലെന്ന് മോഹൻലാലിന്റെ നിലപാടിൽ പരസ്യ പ്രതികരണവുമായി സീമാജി നായർ. അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ നിന്നെടുത്ത ചിത്രത്തിനോടൊപ്പമാണ് സീമാജി നായരുടെ കുറിപ്പ്. തണൽ നൽകിയ മരം ഇല്ലാതായി കഴിയുമ്പോൾ മാത്രമാണ് പലരും ആ മരത്തിന്റെ വില മനസ്സിലാക്കുന്നതെന്നായിരുന്നു സീമാജി നായരുടെ വാക്കുകൾ. നന്ദുവിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് അമ്മ ജനറൽ ബോഡി മീറ്റിംഗിനെ കുറിച്ചുള്ള പ്രതീക്ഷകളും നടി കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. ഇന്ന് അമ്മ സംഘടനയുടെ 31ാം വാർഷിക യോഗം. പുറമെ നിൽക്കുന്നവർക്ക് അമ്മയെക്കുറിച്ച് എന്തും പറയാം. ഓരോ പ്രതിസന്ധികളും തരണം ചെയ്തു മുന്നോട്ടു പോകുമ്പോൾ അത് കുറെ പേരുടെ ജീവിതശ്വാസമാണ്. കാരണം എല്ലാ മാസവും 1-ാം തീയതി കിട്ടുന്ന കൈനീട്ടത്തിന് കാത്തുനിൽക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കാത്തുനിൽക്കുന്ന ഒട്ടേറെ പേരുണ്ട്. എത്രയോ പേർ അമ്മ വെച്ച വീട്ടിൽ സുരക്ഷിതമായി കഴിയുന്നു. ഓരോ വ്യക്തിക്കും ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ്. ആ പൈസയിൽ ജീവൻ നിലനിർത്തിയ എത്രയോ പേർ. കല്ലെറിയാൻ എളുപ്പമാണ്. പണ്ടൊരു പഴമൊഴി പോലെ അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം. നശിക്കാനും നശിപ്പിക്കാനും കാത്തുനിൽക്കുന്നവരുടെ മുന്നിൽ ഫീനിക്സ് പക്ഷിയായി മാറുന്ന അമ്മ. വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ എനിക്കുള്ളൂ. അതിൽ മുന്നിലുള്ളത് നന്ദുവാണ്. ഞാൻ എന്തു നന്മ ചെയ്യുമ്പോഴും അവസാനം ഒരു പിടിവള്ളി നന്ദുവാണ്. പറ്റുന്ന രീതിയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നല്ല സുഹൃത്ത് ബന്ധം നമ്മുടെ യാത്രകൾക്ക് കരുത്താണ്. എല്ലാ നന്മകളും നേരുന്നു. അതേസമയം അമ്മയുടെ കഴിഞ്ഞ ഭരണസമിതി പ്രസിഡന്റായിരുന്ന മോഹൻലാൽ സംഘടനയുടെ തലപ്പത്തേക്ക് തിരികെ എത്തണമെന്നായിരുന്നു ജനറൽ ബോഡിയിൽ ഉയർന്ന ആവശ്യം. 20ഓളം പേർ ജനറൽ ബോഡിയിൽ മോഹൻലാലിനു വേണ്ടി ശക്തമായി വാദിച്ചു. മോഹൻലാൽ തുടരുന്നില്ല എന്ന് വ്യക്തമാക്കിയതോടെ അംഗങ്ങൾ ഏകസ്വരത്തിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യം പോലുമുണ്ടായി. ചിലർ വൈകാരികമായി തന്നെ പ്രതിഷേധിക്കുകയും ചെയ്തു എന്നാണ് വിവരം. എന്നാൽ നിലപാട് മാറ്റാൻ മോഹൻലാൽ തയ്യാറായില്ല. താൻ പ്രസിഡന്റാകാനില്ലെന്നും സംഘടനയുടെ തലപ്പത്തേക്ക് പുതിയ അംഗങ്ങളോ ചെറുപ്പക്കാരോ സ്ത്രീകളോ വരട്ടെയെന്നും മോഹൻലാൽ നിലപാടെടുത്തു. അതോടെ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതിയെ കണ്ടെത്താൻ ജനറൽ ബോഡി തീരുമാനിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.